നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിട്ട് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഇന്ന് പുറത്തിറങ്ങി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാളെടുത്തതോടെ അതിവേഗം തടവറയിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ബോച്ചയുടെ തള്ളുകളെല്ലാം തന്നെ ഓരോന്നായി പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങാത്തത് വാർത്തയുണ്ടാക്കാനുള്ള വെറും മടവെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതായി വാർത്ത എത്തിയിരുന്നു. എന്നാൽ തടവുകാരുടെ കാര്യം ബോബി ചെമ്മണ്ണൂർ നോക്കണ്ടെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയതാണെന്നും ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്നും കോടതി വാക്കാൽ പറഞ്ഞു. വേണ്ടിവന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്ത് പിടിച്ചകത്തിടാനും കോടതിക്കറിയാം. കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത്. കഥമെനയാൻ ശ്രമിക്കുകയാണോ? മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമം? ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും കോടതി പറഞ്ഞു. ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാം. ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്. അവസരം വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് 2 ആഴ്ചയ്ക്കുള്ളിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിക്കുമെന്നും 1 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്യും. ബോബിയെ പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ കോടതിക്കറിയാം. ബോബിക്കായി മുതിർന്ന അഭിഭാഷകനായ B രാമൻപിള്ള ഹർജി സമർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നലെ കേസ് ആദ്യം പരിഗണിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യ ഉത്തരവ് ലഭിച്ചിട്ടും കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൽ എത്രയും വേഗം വിശദീകരണം നൽകാൻ അഭിഭാഷകരോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 12 മണിക്കായിരുന്നു മറുപടി പറയാനായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും 1:45 കേസ് പരിഗണിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുകളിലാണോ എന്നടക്കമുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോടതിയെ പോലും അപമാനിക്കാനാണോ ശ്രമം? ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല. വേണമെങ്കിൽ 1 മാസത്തിനകം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ തനിക്കറിയാം. ഇന്നലെ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് അറിയിക്കണമെന്നായിരുന്നു കേസ് 12 മണിക്ക് പരിഗണിക്കുമ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ കോടതി 12 മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതുവരെയായിട്ട് വിശദീകരണം നൽകിയിട്ടില്ല. അല്ലാത്തപക്ഷം ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിയമത്തിന് മുകളിലാണെന്ന് തോന്നുന്നുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഇന്ന് രാവിലെ വളരെ വേഗത്തിൽ 10 മിനിറ്റ് പോലും എടുക്കാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജാമ്യം കിട്ടിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ തുടരുന്ന സഹതടവുകാരെ സഹായിക്കാനാണെന്നാണ് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നതിനെ ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത്. നടി ഹണി റോസിൽ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടരുന്നതിൽ ഹൈക്കോടതി നടപടിയെടുത്തേക്കുമെന്ന അസാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് 10 മിനിറ്റിനുള്ളിൽ ബോബി പുറത്തിറങ്ങാൻ തയ്യാറായത്. സ്വമേധയ നടപടിയെടുത്ത ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മറ്റു കേസുകളെല്ലാം പരിഗണിക്കും മുമ്പേ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പരിഗണിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് കോടതിയിൽ ഹാജരാകാനും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വളരെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചിട്ടുള്ളത്. നിയമത്തിന് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കോടതിക്ക് അറിയാം എന്നുള്ള കൃത്യമായ താക്കീതാണ് ഇന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിന് നൽകിയിരിക്കുന്നത്.